ഹലോ ഗൈസ്, സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഇത് കൊണ്ടുവന്നത് മലനാടൻ മലയാളി ആയതുകൊണ്ടാണ് ഞാനിത് എടുക്കാൻ ഒരു മടി കാണിച്ചത്. പക്ഷേ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇത് കണ്ടിട്ട് കുറേ പേര് ഇസ്ലാമിനെതിരെ കുറേ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു കഴിവില്ല എങ്കിൽ നമ്മളത് അംഗീകരിക്കുക, നമുക്ക് കഴിവില്ല എന്ന്. അല്ലാതെ ചുറ്റും നിൽക്കുന്ന സാധനങ്ങളെല്ലാം എതിർക്കാനും അതങ്ങനെയല്ല ഇതെങ്ങനെയല്ല എന്ന് പറയാനും വരാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ബേസിക്കായിട്ട് എനിക്ക് പറയാനുള്ളത്. ആ പെൺകുട്ടി പറയുന്ന ഭാഗത്തേക്ക് പോകാം. കഴിഞ്ഞ 12 ദിവസമായിട്ട് ഇവിടെ സമരം ഇരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ എല്ലാം നേരിടുന്നുണ്ടോ? ഈ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഭർത്താവിന്റെ ബന്ധുക്കൾ താമസിച്ചിരുന്ന വീടാണ്, അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സമരത്തിന് ഇരുന്നതിന് ശേഷമാണ് ഇവിടെ ആൾ കൂട്ടിപ്പോയത് മറ്റും? തലേദിവസം വരെ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. അത് അവരുടെ ഓർഡറിന്റെ കാര്യം പറഞ്ഞിട്ട് വീട് പൂട്ടി പോവുകയുണ്ടായത്. ആദ്യ ദിവസം ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നു, പിന്നെ അവർ കറണ്ടും വെള്ളവും കട്ടാക്കി. ഒരു ദിവസം ഈ ഗേറ്റും പൂട്ടിയിട്ടുണ്ടായിരുന്നു. സഹകരണമില്ല, മാത്രമല്ല ഭീഷണികളൊക്കെ ഒരുപാടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഉസ്മാൻ അബ്ദുൽ ലത്തീഫ്, ഇവരുടെ കുഞ്ഞിപ്പന്മാർ ഇന്നലെ ഇവിടെ പരസ്യമായിട്ട് നിന്നിട്ട് അസഭ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മോശപ്പെട്ട. പോലീസിൽ പരാതിപ്പെട്ടിട്ട് എന്തായി? പരാതി നില കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അറിയില്ല സാർ, അതൊക്കെ എന്താണെന്നുള്ള അറിയില്ല. പോലീസിന്റെ ഭാഗത്തൊന്നും ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മൾ അവഗണിക്കുകയാണ് ഇപ്പം കുറച്ചായിട്ട്. 12 ദിവസമായി. എന്താണ് സൊല്യൂഷൻ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യത്തിൽ? എൻ്റെ അവകാശങ്ങളൊക്കെ തിരിച്ചു തന്ന് എൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി, ബന്ധം ഒഴിവാക്കി. അദ്ദേഹം എന്തായാലും ജീവിതമായി മുന്നോട്ട് പോയല്ലോ. എന്നെ മാന്യമായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള രീതിക്ക് കാര്യങ്ങൾ അവസാനിപ്പിച്ച് തരണം എന്നുള്ളതാണ് അതിൻ്റെ അപേക്ഷയാണ്. ഇതിനകത്ത് ആരെങ്കിലും ഒന്ന് ഇടപെടും. എനിക്കത് അതിനകത്ത് സത്യത്തിൽ ഞാൻ അന്വേഷിച്ചിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മഹലിൽ പോയിട്ട് കാര്യമില്ല, അവിടുത്തെ മഹലിലും പോയിട്ട് കാര്യമില്ല, ഇവിടുത്തെ മഹലിലും പോയിട്ട് കാര്യമില്ല. അവർക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു മുസ്ലിം പെണ്ണായിട്ടുള്ള എനിക്ക്, ഒന്നാം ഭാര്യയായ എനിക്ക് പോകാൻ സ്ഥലങ്ങളില്ല, കേൾക്കാൻ ഇടങ്ങളുമില്ല, ആരുടെയും പ്രയോറിറ്റിയും അല്ല. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള അനുഭവം നേരിടുന്ന സ്ത്രീകൾ വിളിക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അതിൻ്റെ റെസ്പോൺസസ് കണ്ടിട്ടും അതുപോലെ എനിക്ക് പേഴ്സണലായിട്ടുള്ള വന്ന മെസ്സേജസും കണ്ടപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട അനുഭവമല്ല. സത്യത്തിൽ എൻ്റെതൊക്കെ വളരെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് എൻ്റെ പ്രശ്നം അത് വെച്ച് നോക്കുമ്പോൾ വളരെ ലഘുവായി തോന്നി എനിക്ക്. ഒരുപാട് പെൺകുട്ടികൾ ഇതുമാതിരിയുള്ള രണ്ടാം വിവാഹത്തിൽ പെട്ട് അതിൽ ഗ്രിവൻസസ് ആയിട്ട് കുട്ടികളായിട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്നവരുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോകാത്തവരും അങ്ങനെയൊക്കെയായിട്ട് ഒരുപാട് നിരക്കി ജീവിക്കുന്ന കുറച്ചധികം കഥകൾ ഞാൻ കേൾക്കാനിടയായി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എൻ്റെ ഫാമിലി ഇഷ്യൂ മാത്രമല്ല, ഇതൊരു സോഷ്യൽ ഇഷ്യൂ. ഇത് എക്സ് മുസ്ലിമുകൾക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് കിട്ടിയെന്നല്ലാതെ ഇതിനപ്പുറം ഒന്നുമില്ല. അവർ എഡ്യൂക്കേറ്റഡ് ലേഡിയാണ്, അവർക്ക് യാതൊരു രീതിയിലുള്ള ബോധവും വിവരവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് തിങ്, മറ്റൊരാളുടെ പ്രോപ്പർട്ടി, അത് മറ്റൊരാളുടെ പ്രോപ്പർട്ടി തന്നെയാണ്, അവരുടെ പേർക്ക് കിട്ടിയിട്ടൊന്നുമില്ല. അവിടെ അനധികൃതമായി കയ്യേറ്റം നടത്തി താമസിക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ഈ വകുപ്പിൽ അയാൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടേണ്ട അലിമണി പോലും കിട്ടത്തില്ല. കാരണം ഇവർ പബ്ലിക് സ്പേസിൽ അയാളെ നാണം കെടുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ ഭാര്യയായി ജീവിക്കാനുള്ള യാതൊരു അർഹതയും ഇല്ല എന്ന രീതിയിലൊരു വാദഗതി അവിടെ ഉന്നയിക്കാൻ പറ്റും. അപ്പോൾ നിയമപരമായിട്ട് ഇതിനെ നേരിടുക എന്നതിന് പകരം ഈ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. 12 ദിവസം അവിടെ പോയി കിടന്ന് ഈ ബഹളം കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ വല്ലാത്ത മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. നിയമം മൂലം ഇത് നിരോധിക്കാനും അല്ലെങ്കിൽ ഇതിനെ പരിഗണിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉള്ളപ്പം എന്തിനാണ് ഈ ബഹളം കാണിക്കണേന്ന് അറിയാൻ വയ്യ. കുറേ പേര് ഷാബാനു കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അവർക്ക് നല്ല പ്രായമായ സമയത്ത് അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണിനെ കൂട്ടിയിട്ടുണ്ട് വരികയും ആ പെണ്ണുമായിട്ട് ജീവിക്കുകയും ചെയ്തപ്പോൾ അവർക്കത് പറ്റില്ല എന്നവർ ശക്തമായി പറയുകയും അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുകയും യാതൊരു രീതിയിലുള്ള പൈസ കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് അവർ ആ കേസിന് പോയിട്ടുള്ളത്. ജീവനാംശം കൊടുക്കുക എന്നുള്ളത് ഒരു രീതിയാണ്. ഇത് സാധാരണഗതിയിൽ ഇസ്ലാമിൽ അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ അതില്ല എന്ന് പറയുന്ന കള്ള മൂരാച്ചികളോട് എനിക്കൊന്നും പറയാനില്ല. അതുണ്ട്. വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ 3 മാസത്തെ ഇദ്ദാ പീരീഡിൽ അവളുടെ ഫുൾ ചെലവും അയാൾ വഹിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതിനുശേഷം കുഞ്ഞിൻ്റെ ചെലവുകൾ അയാൾ കൊടുത്തേ മതിയാവുള്ളൂ. ഇതൊന്നും ഇല്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണോ എന്തോ. പക്ഷെ എന്താണെന്നറിയാമോ, പലരും വിമുഖത കാണിക്കും, മതത്തിൻ്റെ ഒരു ഇതും കൊണ്ടുവന്ന് നിർത്തിയിട്ട് അങ്ങനെ കൊടുക്കണ്ട, ഞങ്ങളുടെ മതത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഇതിനെ വളച്ചൊടിക്കുന്നിടത്താണ് സ്ത്രീകൾക്ക് കേസ് കൊടുക്കേണ്ടി ഇതുപോലെ സംസാരിക്കേണ്ടി വരുന്നത്. ഇപ്പം നമ്മുടെ മതബോധത്തിൽ എന്താണുള്ളത് അതായിരിക്കും ശരി എന്ന് പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ മിണ്ടാതെ എങ്ങിരിക്കും. ഇപ്പം അയാൾ ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്ന് ഈ പരാതി പറയുന്ന ഈ പെണ്ണിനെ അറിയത്തില്ലേ ഹുല എന്നും അതേപോലെ തന്നെ ഫസഹ് എന്ന് പറയുന്ന 2 സെക്ഷൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹുല എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കത്തില്ല, തെറ്റുണ്ടാകും. അപ്പം അതിനകത്ത് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് ചോദിക്കാം, നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കുമോ ഇങ്ങോട്ട് കൊടുക്കുമോ, കൊടുക്കൽ വാങ്ങലുകളൊക്കെ അതിനകത്ത് ഡിസ്കഷൻ നടത്താം. ഫസഹ് എന്ന് പറയുന്നത് ഇവനുമായിട്ട് എനിക്ക് യാതൊരു കുന്തവും വേണ്ട, ബില്ല് എന്ന് പറഞ്ഞ് ഒഴിവാക്കാവുന്ന ഒരു സാധനമാണ്. അപ്പം പെൺകുട്ടിക്ക് വിവാഹമോചനം കിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കമ്മ്യൂണിറ്റി ഇല്ലാത്ത ഒരു ഈസിനെസ് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി രണ്ടാമത്, ജീവനാംശവും കുട്ടിയുടെ ചെലവിനും ഒരു കേസിന് പോകുന്നതിന് പകരം ഇവിടെ വന്ന് കിടന്ന് ചാടേണ്ട വല്ല കാര്യവും ഉണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ജീവനാംശത്തിന് കേസ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്നത്തെ ഡേറ്റിൽ കൊടുത്തോ അന്നത്തെ ഡേറ്റ് തൊട്ട് അവിടെ സംഗതി തുടങ്ങും എന്നുള്ളതാണ്. ആത്യന്തികമായി നമ്മൾ ഓരോ സ്ത്രീകളും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മതമേതോ
നിങ്ങളുടെ വിശ്വാസം ഏതോ, നിങ്ങൾ ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്നു, എന്തോ ആകട്ടെ, ഒരു ഭരണഘടന ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഭേദഗതി, അതായത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിയമ നടപടി എടുക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഫേവറായിട്ടുള്ളത് തന്നെയാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന് കാര്യപ്രസക്തമായ കാര്യങ്ങൾ കൊണ്ട് കാര്യപ്രാപ്തിയുള്ള ഒരു വക്കീലിൻ്റെ ഇതോടുകൂടി അവിടെ ചെല്ലണം. നിങ്ങൾ ഒരിടത്ത് ചെല്ലാതെ നിങ്ങൾക്ക് ചോറ് വിളമ്പിത്താന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണോ? ഇപ്പം നമ്മൾക്കൊരു അമ്പലത്തിൽ അന്നദാനം ഉണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്നുണ്ട് അന്നദാനം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ ചെന്നാലേ കിട്ടുള്ളൂ ദാനം. അവിടെ ചെല്ലണം, ചെന്ന് വാങ്ങിക്കണം. നിങ്ങളുടെ അവകാശമാണ്. ആ അവകാശം നിഷേധിക്കാനുള്ള ഒരു റൈറ്റ്സും ആർക്കുമില്ല. അതേസമയം അയാളുടെ വീട്ടിൽ കുത്തിക്കയറി 12 ദിവസം അവിടെ കിടക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊരു കുഴപ്പക്കാരിയാണ് എന്നും നിങ്ങളൊരു വൃത്തികെട്ട സാധനമാണെന്നും അവിടെ തെളിയിക്കാൻ അയാൾക്ക് ഈ ഒരു സംഗതി മാത്രം മതി. അയാളെ മാനം കെടുത്തി. നിങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ മാനം കെടുത്തുന്ന ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയുമായിട്ട് എനിക്ക് യോജിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ടും ഇവരെനിക്ക് ഡിവോഴ്സ് തരാത്തത് കൊണ്ടും ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചത് സിമ്പിളായിട്ട് അയാളങ്ങ് പറയും. അപ്പം അതിനകത്ത് കിട്ടുന്ന ഒരു സംഗതി, അതായത് ഈ പറയുന്ന രീതിയിൽ ഒരു ഭാര്യയെ വെച്ചുകൊണ്ട് കാണിച്ച ആ ഒരു സംഗതിയെ അയാൾ അവിടെ സിമ്പിളായിട്ട് കണ്ണിക്കും. കോടതി വ്യവഹാരങ്ങൾ അതറിയുന്നവരെടുത്ത് ചോദിക്കുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ ഭേദം. അല്ലാതെ ഇതേപോലെ ഇറച്ചി തിന്നാൻ നടക്കുന്ന മലനാടനെ പോലുള്ളവർക്ക് കൊണ്ടുപോയി ഇരയായിട്ട് നിന്ന് കൊടുക്കണോ? എന്ത് ലാഭം? കുട്ടിയുടെ പിതാവായ അയാൾ കുട്ടിക്ക് ചേരേണ്ട വസ്തുവകകൾ കൊടുത്തേ മതിയാവുള്ളൂ. അതാ കുഞ്ഞിന്റെ റൈറ്റ്സ് ആണ്. അത് നിങ്ങളെ വേണ്ട എന്ന് വെച്ചത് കൊണ്ട് ആ കുട്ടിയുടെ റൈറ്റ്സ് നിഷേധിക്കാൻ അയാൾക്ക് അവകാശമില്ല. അയാളത് കൊടുത്തേ മതിയാവുള്ളൂ. 18 വയസ്സ് വരെ ആ കുട്ടിയുടെ ചെലവ് അയാൾ കൊടുത്തേ മതിയാവും. ഇത് തീർച്ചയായിട്ടും ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് കിട്ടുക തന്നെ ചെയ്യും. ഇപ്പം നിങ്ങൾ ക്രൈസ്തവനാണ് അല്ലെങ്കിൽ മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമം അനുസരിച്ച് ജീവിക്കാനാണ് ഇഷ്ടം, എനിക്ക് ആ രീതിയിലുള്ള ഒരു നിയമമാണ് വേണ്ടത്, എൻ്റെ മത നിയമം പിന്നെ മുഹമ്മദ് നിയമപ്രകാരം ഇങ്ങനെയെന്ന് ഇതൊന്നും തരംതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അവിടെ ചെന്നാൽ മതി. ഈ വേൾഡ് വൈഡിലെ നമ്മുടെ ഭരണഘടന ഇത്രയും അക്സെപ്റ്റൻസ് ഉള്ളൊരു ഭരണഘടന ആയതിൻ്റെ കാരണം ഇവിടെ ദൈവത്തിന് അതീതമായിട്ട് നിൽക്കുന്ന ഒരു ഭരണഘടനയാണ്. ഇവിടെ ഒരു വോട്ടിട്ട് ദൈവത്തിനെ പോലും തോൽപ്പിച്ച ഭരണഘടനയാണ് നമ്മുടേത്. വോട്ടൊക്കെ ഇട്ടായിരുന്നു ഇവർ. അവിടെ വോട്ടിട്ട സമയത്ത് 68ഓളം പേര് ഈ പറയുന്ന ദൈവനാമത്തിൽ തുടങ്ങട്ടെ, ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ തുടങ്ങുന്നത് എങ്ങനെയാണ്, ദൈവനാമത്തിൽ തുടങ്ങട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ അനുകൂലിച്ചിട്ട്. പക്ഷെ 48ഓളം പേര് പറഞ്ഞത് അങ്ങനെയല്ല, അങ്ങനെ വേണ്ട, വി ദ പീപ്പിൾ, അങ്ങനെ തുടങ്ങിയാൽ മതിയെന്ന്. അതായത് ഭരണഘടനയുടെ പ്രിയാമ്പിളിന് വേണ്ടിയിട്ട് തല്ലുപിടി കൂടുന്ന സമയത്ത് ആമുഖത്തിൽ ദൈവത്തിനെ വെച്ച് പറയണോ, ദൈവത്തിൻ്റെ നാമത്തിൽ തുടങ്ങണോ, അതോ നമ്മൾ വി ദ പീപ്പിൾ എന്നത് തുടങ്ങണോ എന്നുള്ള ചണ്ട നടന്നതിൽ ദൈവത്തിനെ തോൽപ്പിച്ച ഭരണഘടനയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഇപ്പം ദൈവവിശ്വാസികളെല്ലാം കൂടെ എന്നെ അടിക്കാൻ വരേണ്ട ഉള്ള കാര്യമാണ് പറഞ്ഞത്. അത്രയും നല്ലൊരു സംഗതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സെക്ഷൻ അനുസരിച്ചിട്ട് സ്ത്രീകൾക്ക് കിട്ടേണ്ട എല്ലാ പരിഗണനയും കിട്ടുന്നുണ്ട്. ഭർത്താവ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവൻ ഡോക്ടറാണ്, അയാളുടെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട തുക കിട്ടും. ഇപ്പം തമിഴ്നാട്ടിൽ ജയം രവി സ്വത്ത് വകകളെല്ലാം അവർക്ക് ഇട്ടുകൊടുത്തിട്ട് ഇറങ്ങി വന്നിട്ട് പോലും 5 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. 3 ലക്ഷം എന്തോ കൃത്യമായി കൊടുക്കണം മാസം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കുട്ടികൾ ഏത് നിലയിൽ പഠിക്കുന്നു, നിന്റെ പ്രസ്റ്റീജ് ഏതാണോ ആ നിലയിൽ പഠിക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും നീ കൊടുത്തേ മതിയാവുള്ളൂ. നിനക്കത് നിർബന്ധമായും കിട്ടണം. അത് കിട്ടും. അതിന് ഇവിടെ ഇരുന്നുകൊണ്ട് ഇംഗ്ലാവല്ല വിളിക്കേണ്ടത്. ഇംഗ്ലാവ് സിന്ദാബാദ് വിളിക്കാൻ അത് നിയമസഭാ മന്ദിരമോ സെക്രട്ടറിയേറിയറ്റ് പഠിക്കലോ ഒന്നുമില്ല. അയാളുടെ വീടാണ്, അയാളുടെ ഭവനമാണ്, അയാളുടെ സ്വകാര്യതയിലേക്കാണ് നിങ്ങൾ കുത്തി കയറുന്നത്. നിങ്ങൾക്ക് അയാളെ വേണ്ട എങ്കിൽ, അയാൾക്ക് നിങ്ങളെ വേണ്ട എങ്കിൽ അമിക്കബിളി ഇത് സോൾവ് ചെയ്യാൻ ഇവിടെ ഫാമിലി കോർട്ടുണ്ട്. ഫാമിലി കോർട്ടിൽ പോയാൽ ചിലപ്പോൾ കൂടും. അതുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി പരാതി അങ്ങോട്ട് കൊടുക്കുക, എന്നെ ഗാർഹിക പീഡനം നടത്തിയെന്നും എൻ്റെ സ്വത്തുവകകൾ അയാൾ അപഹരിച്ചു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ നടക്കും. ഇവിടെ നിയമത്തിനതീതമായി മറ്റൊരു കാര്യം പെണ്ണുങ്ങൾക്ക് ഫേവറുണ്ട്. നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീധനം കൊടുക്കൽ. ഇവർ പറയുന്നത് 100 പവൻ ഞാൻ കൊടുത്തെന്ന്. അത് സ്ത്രീധനം കൊടുക്കലല്ലേ, അത് നിരോധിക്കപ്പെട്ട ഒരു സാധനമാണ്. പക്ഷേ പെണ്ണിന് അങ്ങനെ കംപ്ലൈൻറ്റ് വരത്തില്ല. പെണ്ണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പെണ്ണിനെതിരെ വലിയ ശിക്ഷയൊന്നും വരത്തില്ല. അതേസമയം ആണുങ്ങൾ സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് അടിയും കിട്ടും. നിയമത്തിൽ പോലും ആണുങ്ങൾക്ക് ഇരട്ടത്താപ്പാണ് അവിടെ ഉള്ളത്. പിന്നെ അയാൾ വിവാഹം കഴിച്ചതിൽ തകരാറുകൾ, അവിടെ ഒരു പെണ്ണ് തന്നെയാണ് നിന്റെ ശത്രുവായിട്ട് വന്നിട്ടുള്ളത്. ഭാര്യ നിലനിൽക്കാൻ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ തയ്യാറായി വന്ന ആ പെണ്ണിനെ ചൂലി ചാണാമുക്കി അടിക്കേണ്ടത്. അപ്പം അവൾ അതിന് തയ്യാറായി വന്നു, അവനത് ചെയ്യുന്നു. ഇവിടെ ചുമ്മാ നടക്കുന്ന, അല്ലെങ്കിൽ തന്നെ ജോലിയുണ്ട്, എല്ലാം ഉണ്ടെന്നും വസതി ഉണ്ടെന്നും അപ്പോൾ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാനില്ല. അപ്പോഴാണ് 2ാം കെട്ടിന് അവൻ ആളെ കിട്ടുന്നത്. അത് അവൻ്റെ പണം കണ്ടുവരുന്നതാണ്. അത് കാലക്രമേണ അവന് മനസ്സിലാകും. പിന്നെ നിങ്ങളെ ഒഴിവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള ആ ധൈര്യം, ആത്മധൈര്യം, ജോലിയുള്ള അത്യാവശ്യം യോഗ്യതയുള്ള നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നില്ല. നിങ്ങൾ ഇനി സമൂഹത്തിൽ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് എന്തൊരു മാതൃകയാവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. എനിക്ക് ഈ സ്ത്രീയോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹതാപവും തോന്നുന്നില്ല. ജോലിയുള്ളൊരു സ്ത്രീയാണ്,
അത്യാവശ്യം നല്ലൊരു വക്കീലിനെ വെച്ചിട്ട് ഒരു നിയമപരമായിട്ട് ഇതിന് നേരിടുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഇത് തീരും. അയാൾ പൈസ കൊടുത്തേ മതിയാവുള്ളൂ. അവരെ എന്ന് വേണ്ടാന്ന് വെച്ചോ അന്ന് തൊട്ടുള്ള ജീവനാംശം കൊടുക്കണം. ഇതിനകത്ത് സിവിൽ നിയമം, ഇസ്ലാം സിവിൽ നിയമം കൊണ്ടുവരുമെന്ന് പറയുന്നു. ഇപ്പം നിങ്ങൾ പാസ്സാക്കിയെടുത്ത ഷാബാനു കേസായിരുന്നാലും മുത്തലാഖ് ഇതായിരുന്നാലും എല്ലാം ഇസ്ലാമിലുള്ള സംഗതി തന്നെയാണ്. അത് പിന്നെ കോടതി അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്തു എന്നതിനപ്പുറം ഒന്നുമില്ല. ഇസ്ലാമിൽ ഇതൊക്കെ ഉണ്ട്. സ്ത്രീകളെ പരിഗണിക്കണം എന്നുള്ളത് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിക്കണമെങ്കിൽ നീ മഹർ കൊടുക്കണം എന്ന് എഴുതി വെച്ചിരിക്കുന്ന വേറെ ഒന്നുമില്ലേ. മഹർ എന്ന് പറയുന്നത് നല്ലൊരു തുക കൊടുക്കണം. അത് കൊടുക്കാൻ ശേഷിയുള്ളവൻ പെണ്ണ് കിട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. മഹർ അങ്ങോട്ടാണ് നൽകുന്നത്, അങ്ങോട്ട് നൽകുക. അതിന് ഇവരൊക്കെ പറയത്തില്ല ജോനി കൂലി എന്നൊക്കെ പറഞ്ഞിട്ട്, അവർക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് കൊടുത്ത് അവളെ ഹോണർ ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. അല്ലാതെ അവിടുന്ന് കുറച്ച് പൈസ ഇങ്ങോട്ട് കൊണ്ടുപോകാം, താലി വാങ്ങിക്കാൻ നീ പൈസ താ, ഞാൻ വാങ്ങിച്ച് നിന്റെ കഴുത്തി കെട്ടിത്തരാം, അങ്ങനെയല്ല ഇവിടുത്തെ രീതി. അത് എൻ്റെർലി ഡിഫറെൻ്റ് ആണ്. ഇനി കുഞ്ഞുങ്ങളുണ്ടായാൽ എത്ര കുട്ടികളുണ്ടായാലും നീ എത്ര കെട്ടിയാലും ആ കുട്ടികളുടെ അവകാശം അവർക്ക് കിട്ടിയേ മതിയാവുള്ളൂ, കൊടുത്തേ പറ്റുള്ളൂ. അതിൽ തർക്കമൊന്നുമില്ല. വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ അവൾക്ക് എത്ര തുക ചെന്ന് ചേരണമോ ആ തുക ലംസം, അതായത് മൊത്തം എമൗണ്ടായിട്ട് ആദ്യം തന്നെ സെറ്റിൽ ചെയ്യണം. ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ ആനുകൂല്യമാണ്, മാസത്തിൽ കൊടുത്താൽ മതി. ഇതങ്ങനെയല്ല. ഒറ്റയടിക്ക് അവൾ ഡിമാൻഡ് ചെയ്യുന്ന തുക അവിടെ കൊടുത്തേ പറ്റുള്ളൂ. അത് അവൻ്റെ യോഗ്യത അനുസരിച്ചിട്ടായിരിക്കും കാൽക്കുലേഷൻ നടക്കുക. അവൾക്ക് ജോലിയുണ്ട്, അവൾക്ക് അത്യാവശ്യം വരുമാന മാർഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചില വിട്ടുവീഴ്ചകൾ വരും. അതേസമയം അയാളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള തുക അവൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. വിവാഹ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഭാര്യയെ ജോലിക്ക് വിടാതെ എൻ്റെ ഭാര്യ എൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് കയറ്റി വെച്ചിരിക്കുന്നവന്മാർക്കൊക്കെ അറിയാൻ വേണ്ടി പറയുന്നതാണ്. അവളുമായിട്ട് എന്തെങ്കിലും ഒരു തകരാറോ പ്രശ്നമോ ഉണ്ടായി കഴിഞ്ഞാൽ അവൾ അത്രയും ദിവസം ജീവിച്ച രീതിക്കും ഇനി മുന്നോട്ട് ജീവിക്കാനും അതിന് തുല്യമായ തുക നിങ്ങൾ കൊടുത്തേ മതിയുള്ളൂ. കോടതി അത് തന്നെ നിയമം മൂലം പറയും. കാരണം ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. നിങ്ങൾ ഇസ്ലാമോ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ എന്തായാലും ഇന്ത്യൻ പൗരനാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ നിയമം ഇതനുസരിച്ചേ ജീവിക്കാൻ പറ്റും. ഇവിടുത്തെ നിയമം മതി എനിക്കെന്ന് ഒരു പെണ്ണ് നിന്ന് വട്ടം ചാടി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. തർക്കവാദം കൊണ്ട് അവർ വരും, മുഹമ്മദീയ നിയമപ്രകാരം കൊണ്ട് അവർ വരും. അതിനകത്ത് ഇത് തന്നെയല്ലേ പറയണത്. അവൾക്ക് കിട്ടേണ്ട ക്യാഷ് കിട്ടണം, അവൾ കൊണ്ടുവന്ന സ്വർണ്ണം അവൾക്ക് തിരിച്ചു കൊടുക്കണം. ഈ പണം എല്ലാം അതേ 100 പവൻ ഇട്ടെന്ന് പറയണമെങ്കിൽ 100 പവൻ കൊടുക്കണമെങ്കിൽ 1 കോടി രൂപ കൊടുക്കണ്ടേ? 1.5 കോടി രൂപ കൊടുക്കണം. ഈ 1.5 കോടി പോരെ സിമ്പിളായിട്ട് ജീവിച്ചു പോകാനായിട്ട്. അത് വാങ്ങിച്ചെടുക്കുക. അതിനുശേഷം കുട്ടിയുടെ അവകാശം, അവനിനി എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും ആ കുട്ടിയുടെ അവകാശം അവൻ കൊടുത്തേ പറ്റുള്ളൂ. അതിനകത്ത് തർക്കമില്ല. പെൺകുട്ടി ആയതുകൊണ്ട് മാറ്റി നിർത്തുക അങ്ങനെയല്ല. അവൾക്ക് ഡിമാൻഡ് ചെയ്യാം, കൊടുത്തേ പറ്റുള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞത് മുഹമ്മദീയ നിയമപ്രകാരമുള്ള ഈ വഖഫ് ബോർഡിലൊന്നും പോയി കിടന്ന് പരാതി പറയാതെ നേരെ കോടതിയിലേക്ക് വെച്ച് പിടിക്കുക. കോടതിയാണ് യഥാർത്ഥത്തിലുള്ളത്. ട്രസ്പാസിന് കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള കൺസെഷൻ പോയി കിട്ടും. നിങ്ങളൊരു പ്രശ്നക്കാരിയാണെന്ന് അവർക്ക് ഈസി ആയിട്ട് വാദിക്കാൻ പറ്റും. 2, നിങ്ങൾ പരാതി കൊടുത്ത ദിവസം തൊട്ട് നിങ്ങളുടെ ജീവനാംശം അയാൾ അവിടെ തന്നേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ചിലവിന് അയാൾ തന്നേ പറ്റുള്ളൂ. വ്യവഹാരങ്ങളിൽ കോടതിയുടെ ചിലവ് ഉൾപ്പെടെ അയാൾ നിങ്ങൾക്ക് തന്നേ മതിയാവുള്ളൂ. ഇനി ഇയാൾ ഹാജരാകാതിരുന്നാൽ എന്ത് ചെയ്യും, അയാൾ വരാതിരുന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവരടുത്താണ്. അയാൾ വരാതിരുന്നാൽ അയാൾ വരാൻ സാധ്യതയില്ലെന്നും അയാൾ നിങ്ങളെ വലയ്ക്കുകയാണെന്നും പറഞ്ഞിട്ട് വീണ്ടും ഒരു പെറ്റീഷനായിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി അത് പരിഗണിക്കും. എക്സ്പാർട്ടി വിധി ഉണ്ടാവും. അവൻ ഹാജരാകാത്തത് കൊണ്ട് നിങ്ങൾക്ക് എക്സ്പാർട്ടി വിധി, നിങ്ങൾ എന്താണോ ആവശ്യപ്പെട്ട് നിങ്ങളുടെ എല്ലാ ഇതും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ വിധി അങ്ങോട്ട് വരും. ആ വിധിക്കകത്ത് ഇവൻ കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവൻ്റെ സ്വത്തുവകകൾ കോടതി കണ്ടുകെട്ടും. ഇനി ഇവൻ ജോലി ചെയ്യുന്നവർ, അതായത് ഗവൺമെൻറ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ശമ്പളം അവിടെ വെച്ച് പിടിക്കും. നിനക്ക് കിട്ടേണ്ട പണം അവിടുന്ന് നിന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാലൻസേ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയുള്ളൂ. സിമ്പിൾ അല്ലേ? ഇതിൽ കൂടുതൽ ഒരു കോടതി എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഒരു രാജ്യം നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? ഇത്രയും ബെനിഫിറ്റും ഇത്രയും ഇതും ഉണ്ട്, ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്കത് അറിഞ്ഞുകൂടാത്തത് ആരുടെ കുറ്റം? നിങ്ങളുടെ തന്നെ കുറ്റമല്ലേ? ഒരു എഡ്യൂക്കേറ്റഡ് ഫെലോ ആയ ഈ പെൺകൊച്ചിന് അത് അറിയത്തില്ല എങ്കിൽ ആരുടെ കുറ്റം? മതത്തിൻ്റെ കുറ്റം. മതവാദികൾ പല അഭിപ്രായവും പറയും. ഇതൊക്കെ ആരാണ് മൈൻഡ് ചെയ്യാൻ പോണത്? എല്ലാ മതവിശ്വാസത്തിലും സ്വർഗവും നരകവും ഉണ്ട്. ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അമ്മമാർക്ക് ഒരു ചമ്മന്തി അറിഞ്ഞൂടാ. ആരും കണ്ടിട്ടുമില്ല. എല്ലാവരും ഇങ്ങനെ പറയും, നല്ല ചെയ്യണോ നീ സ്വർഗത്തിൽ പോ, ചെയ്തോ വലതുവശത്ത് ഒരാളിരിപ്പുണ്ട് ഇടതുവശത്ത്. ഇതൊക്കെ അവർ പറയും. ഇതൊക്കെ അവർ മനുഷ്യരെ കൊണ്ട് ഇത് അനുസരിപ്പിക്കാനുള്ള ഓരോരോ ട്രിക്കുകളാണ്. അത് നമ്മുടെ കോമൺ സെൻസിന് വിടുക. നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടാവൂലേ, ആ കോമൺ സെൻസിന് വിടുക എന്നുള്ളതാണ്. ലോകത്ത് ഒരു രാജ്യത്തും ഇല്ലാത്തൊരു ഫെസിലിറ്റീസ് നമ്മുടെ ഇതിനകത്തുണ്ട്. ഇവിടെ മതമല്ല ദൈവമല്ല കാര്യങ്ങൾ നടത്തുന്നത്. ഇവിടുത്തെ നിയമം കോടതികളിലാണ് നടക്കുന്നത്. കോടതി തീരുമാനിക്കുക. നിങ്ങൾ കോടതിയിലേക്ക് വെച്ച് പിടിക്കുകയും അവിടെയാണ് കാര്യങ്ങൾ നടക്കുക. അതിനകത്ത് ഈ മതവാദവും കൊണ്ടുവന്ന് അവിടെ തള്ളിക്കൊണ്ട് നടന്നാൽ നടക്കത്തില്ല. ഷാബാനു കേസിൽ പോലും അയാൾ കോടതിയെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. അവിടെ ഷാബാനു ജയിച്ചതിൻ്റെ കാരണം കോടതിയിൽ അവരുന്നയിച്ച കാര്യങ്ങൾ മതഗ്രന്ഥം വെച്ചാണ് അവർ സംസാരിച്ചത്. മുഹമ്മദീയ നിയമപ്രകാരം എനിക്ക് ഇത്ര തുക കിട്ടിയേ മതിയാവുള്ളൂ, അയാളുടെ ജോലിയും ആസ്തിക്കും അനുസരിച്ചിട്ടുള്ള തുക എനിക്ക് തന്നേ മതിയാവുള്ളൂ എന്ന നിർബന്ധമാണ് അവരവിടെ കാണിച്ചത്.
അതിനവർക്ക് ഇതുണ്ടായി. ഇപ്പം മേരി റോയിയുടെ കേസിന് പോകുന്നിടം വരെ ക്രിസ്ത്യൻ വനിതകൾക്ക് 5000 രൂപയായിരുന്നു, തത്തുല്യമായ 5000 രൂപയായിരുന്നു അവർക്ക് കിട്ടേണ്ടിയിരുന്നത്. വിവാഹം കഴിച്ച പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്, പിന്നെ ഒന്നും നോക്കണ്ട, 5000 രൂപ കൊടുത്താൽ മതി. ആണുങ്ങൾക്കാണ് സ്വത്ത് കിട്ടുക, പെണ്ണുങ്ങൾക്ക് സ്വത്തില്ല. ഇനി വിവാഹത്തോടനുബന്ധിച്ചിട്ട് എന്തെങ്കിലും ഗിഫ്റ്റുകൾ കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. അവരനുഭവിച്ച ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമില്ല. പക്ഷെ അവരതിനെ ഓവർകം ചെയ്തത് വിദ്യ കൊണ്ട് പ്രബുദ്ധരായിട്ടാണ്. നല്ല വിദ്യാഭ്യാസം നേടി പെണ്ണുങ്ങളല്ല, അല്ലെങ്കിൽ ഒന്നും കെട്ടിക്കാൻ ഒന്നും ആസ്തിയില്ലാത്തതിനെ കൊണ്ടുപോയി മടത്തി ചേർത്ത് കളയുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായി പൊരുതി നേടി വന്നതാണ് മേരി റോയ്. അവരെ കൊണ്ട് സാധിച്ചില്ലേ? അവർക്കത് ആവശ്യമുണ്ടായിട്ടാണ്. കേസ് വിധി പ്രകാരം അവരുടെ സഹോദരന് കിട്ടിയ തുകയിൽ തുല്യമായ പങ്ക് അവർക്കും അവകാശമുണ്ടെന്നുള്ള രീതിയിലാണ് കോടതി വിധി വന്നത്. സുപ്രീം കോടതി വരെ അവർ പോയി. ആ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നാൽ ആ വിധി തന്നെയാണ് ഇവിടുത്തെ നിയമം. അപ്പോൾ അത് അനുസരിച്ചിട്ട് അവർക്ക് അത് വാങ്ങിച്ചെടുക്കാം. പക്ഷെ അവർ സഹോദരൻ്റെ പണം വാങ്ങിയില്ല, ആ സ്വത്ത് വാങ്ങിയില്ല. പകരം അവരത് തിരിച്ചു കൊടുത്തു. എനിക്കത് താല്പര്യമില്ല, പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു റൈറ്റ്സ് ഉണ്ടെന്നും ഇവിടെ ക്രിസ്തീയ വനിതകൾക്കെല്ലാം ഇങ്ങനെ ഒരു അവകാശമുണ്ടെന്നും നിങ്ങൾ നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി പൊരുതണമെന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പം മാഡം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ മുറ്റത്തിരുന്നുകൊണ്ട് കെട്ടിയവൻ്റെ അടുത്തും നിങ്ങളുടെ കുഞ്ഞിൻ്റെ വാപ്പാടെ കുടുംബക്കാരെയും മോശപ്പെടുത്താൻ ശ്രമിക്കാതെ പകരം നിയമരൂപേണ പോവുക. പിന്നെ മഹലിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾ സാമൂഹ്യ വിരുദ്ധത കാണിച്ചു കഴിഞ്ഞാൽ പള്ളി കമ്മിറ്റി ആക്ഷൻ എടുക്കും. നിങ്ങൾ എന്തെങ്കിലും തോന്നിവാസ അവിഹിതങ്ങൾ പോക്കൃത്തരങ്ങളൊക്കെ കാണിച്ച് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായങ്ങൾ വന്ന് പറയും. കല്യാണം നടത്തിത്തരും, സുന്നത്ത് കല്യാണം നടത്തിത്തരും. ഇതൊക്കെയാണ് മഹല്ല് കമ്മിറ്റിക്കാരുടെ പരിപാടി. അത്യാവശ്യം മതപ്രഭാഷണങ്ങളും നടത്തിത്തരും. അതിനപ്പുറം കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് അവർക്ക് കൈകടത്താൻ ഒക്കത്തില്ല. അവരുടെ അടുത്ത് കോടതി എന്തെങ്കിലും രേഖ കൊടുക്കാൻ തന്നെ അവർ നുള്ളി പറക്കി കൊണ്ട് കൊടുക്കണം. അവരുടെ പെർമിഷനോട് കൂടിയാണോ മറ്റേ വിവാഹം നടന്നത് അല്ലതെന്നുള്ളത് പ്രത്യേകിച്ച് കോടതി അന്വേഷിക്കും. അപ്പോൾ അവർ തൂങ്ങും. അവർക്ക് കോടതി മുഖാന്തരം ഒരു പേപ്പർ അയക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക. കാരണം ശരീഅത്ത് നിയമപ്രകാരം ആദ്യത്തെ ഭാര്യയുടെ അതേ രീതിയിൽ സമ്മതതുല്യമായ പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ പ്രശ്നമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അങ്ങനെ ഒന്ന് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലാത്തടുത്ത്, നിങ്ങൾ സന്തോഷവതി അല്ലാത്തടുത്ത്, നിങ്ങളെ അയാൾ അവഗണിച്ചെടുത്ത്, നിങ്ങളെ ഇറക്കി വിട്ടെടുത്ത് മഹല്ല് ചെയ്തിരിക്കുന്ന വൻ തെറ്റാണ്. ആ മഹലിനെതിരെ ഒരു പേപ്പർ ഉണ്ടാക്കാൻ നോക്ക്. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടെ വന്ന് ഈ രാത്രിയും പകലും കുത്തിയിരുന്ന് അവർ കറണ്ടും കട്ട് ചെയ്ത് വെള്ളവും കട്ട് ചെയ്ത് നിങ്ങൾ അവരോടുള്ള വാശിക്ക് നാട്ടുകാരെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി നിങ്ങൾ ഈ സർക്കസ് കാണിച്ചത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരുമെന്നതിനപ്പുറം ഒന്നുമില്ല. ബി പ്രാക്ടിക്കൽ. ഞാനിത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടുന്നത് ഇവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അയ്യോ, അങ്ങനെയല്ല. നിങ്ങൾ ചെയ്യുന്നത് എന്തായിരുന്നാലും അത് കൃത്യമായി ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറ് ഇടണം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? മീൻ വാങ്ങിച്ചണ്ടേ? അപ്പം ആദ്യം പോയി മീൻ വാങ്ങിക്കാനുള്ള പരിപാടി ആലോചിക്കും. ഈ മീൻ കൂട്ടി ചോറ് വേണം. അത് ആ വീട്ടിൽ ചോറും കറിയും വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ അവർ തന്നാലേ തന്നെ പറ്റും. പട്ടിക്ക് എല്ലിടുന്ന കണക്ക് തരും. വേണോ? അതിനേക്കാൾ അന്തസ്സായിട്ട് ജോലി എടുത്ത് മീൻ വാങ്ങിച്ച് കറി വെച്ച് തേന്നിട്ട് വേണമെങ്കിൽ ഇച്ചിരി പോലെ കൊണ്ടുപോയി അപ്പുറത്ത് കൊടുത്തിട്ട് പറയാം നീ തിന്നോ. അതാണ് എൻ്റെ ഒരു പോളിസി. പിന്നെ ഇതിനകത്ത് ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് പല പെൺകുട്ടികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്. നിയമപരിരക്ഷ ഇനി അതിനകത്തുണ്ട്. കെൽസ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഇവിടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമസഹായം അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. ഇനി അങ്ങനെ നിങ്ങൾക്ക് അവർ പരിഗണിച്ച് ചെയ്തു തരുന്നില്ലെങ്കിൽ വനിതാ കമ്മീഷനിലേക്ക് പോവുക. അവർ ചെയ്തു തരും. ചെയ്തു തന്നില്ലെങ്കിൽ ഈ സത്യാഗ്രഹം നിങ്ങൾ വനിതാ കമ്മീഷന്റെ മുമ്പാകെ ഇരുന്നോക്ക് പ്രയോജനം ചെയ്യും. എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ, നിങ്ങൾ നേരെ വെച്ച് പിടിക്കേണ്ട വനിതാ കമ്മീഷനാണ്. അവിടെ നിർജീവമായിട്ടിരിക്കുന്ന കുറേ വാഴകൾക്ക് മുൻപിൽ പോയി കുത്തിയിരിക്കും. അവിടെയാണ് ആക്ഷൻ ഉണ്ടാവുക. എല്ലാത്തിനും അതത് വകുപ്പുകൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അതേതെന്ന് കണ്ടെത്തുക, കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക് എത്തുക, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആക്ഷനിൽ ഇറങ്ങുക, പരിഗണന കിട്ടും, നിങ്ങൾ സക്സസ് ആകും. അല്ലാണ്ട് ഇത് വെറും ഭോഷ്കാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് മറ്റവന്മാർക്ക് വടിയാണ്. സത്യത്തിൽ ഇതിൻ്റെ മതവിശ്വാസങ്ങളോ മതരീതികളോ ഒന്നും അറിയാത്ത കുറേ വാഴകളാണ് ഇത് ഇങ്ങനെ വളച്ചൊടിക്കുന്നത്. ഈ മതവിശ്വാസം എന്താണെന്ന് പഠിച്ച നല്ല പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവരോട് പോയി സംവദിക്കും. അവർ നിങ്ങൾക്ക് വകുപ്പ് ഉണ്ടാക്കി തരും. ഇപ്പോൾ ഇസ്ലാമിലെ സ്ത്രീകളൊന്നും സ്റ്റേജിൽ കയറാൻ പാടില്ലെന്നൊരു വിഭാഗം പറയുന്നില്ലേ? എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ഇസ്ലാമിലെ സ്ത്രീകൾ റോക്കറ്റിൽ അവിടെ പോകുന്നുണ്ട്, സ്പേസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വരെ എത്തി. സൗദിയാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അവിടുത്തെ വനിത സൗന്ദര്യ മത്സരത്തിന് പങ്കെടുക്കുന്ന ദുബായ് ഷേഖിൻ്റെ മകള്, അവിടെയും ഇസ്ലാം തന്നെയല്ലേ, അല്ല വേറൊന്നും അല്ലല്ലോ. മകള് തലയിൽ തട്ടയിടാതെ നടക്കുന്നു. അവിടെ ഒന്നും ചെന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം അവൾ വാറെടുക്കും അല്ലെങ്കിൽ തോക്കെടുക്കും. അപ്പോൾ പറയാൻ പറ്റുന്നത് ആരുടെ അടുത്താണ്? ഇതുപോലുള്ള പാവങ്ങളുടെ അടുത്താണ്. ഇങ്ങോട്ട് വന്ന് തള്ളി കയറുമ്പോൾ അങ്ങോട്ട് നിയമം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്താണ്? നിങ്ങൾക്ക് പരിജ്ഞാനം വേണം. നിങ്ങളത് പഠിക്കുക.
നിങ്ങൾക്കൊരു വിവാഹം നടക്കുമ്പോൾ ഇന്ന് എനിക്ക് കുറേ തുണിമണി കിട്ടി, എന്നെ എന്നാ കെട്ടിക്കുന്നു, എനിക്ക് പുതിയ കുറേ മാല, കമ്മൽ, ഉടുപ്പ്, ചട്ടി വട്ടി എല്ലാം കിട്ടി, ഞാൻ പോണേന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകാതെ വിവാഹം നടന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിവാഹത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതിനുശേഷം നിങ്ങളുടെ റൈറ്റ്സിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ നല്ല രീതി പഠിക്കുക. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഈ ക്രൈസ്തവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. 1 മാസത്തെ ക്ലാസ് കൊടുത്തിട്ടേ ഒരു കല്യാണം കഴിപ്പിക്കുകയുള്ളൂ. വിവാഹത്തിന് മുമ്പ് ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് കഴിഞ്ഞേ അവർക്ക് കെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്, അത് ഈ പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ അപ്പം പിടിച്ച് കെട്ടിച്ചു കൊടുക്കുന്ന രീതിയാണ്. മുഹമ്മദീയ നിയമപ്രകാരം 15 വയസ്സ് കഴിഞ്ഞാൽ പെണ്ണിനെ കെട്ടിക്കാമെന്നാണ്. ഒക്കെ മാറാൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമാണ് വേണ്ടത്. അതെന്തുകൊണ്ട് നിർബന്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ കൂടെ ഇതിനൊക്കെ എതിരെയായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനെന്താണ് നടപടി എന്നുള്ളത് മനസ്സിലാക്കാനോ പറ്റുള്ളൂ. അത് ചെയ്യാതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയി മതവിശ്വാസത്തിനെതിരെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മഹലിൽ നിന്ന് പ്രശ്നം ഉണ്ടാവും, നിങ്ങളുടെ കുഞ്ഞിന് പ്രശ്നമുണ്ടാകും. എപ്പോഴും എല്ലാ കാലത്തും എല്ലാം ഒരുപോലെ ഇരിക്കത്തില്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും നിങ്ങളോട് സഹകരിച്ചെന്ന് വരത്തില്ല. സോ ഏറ്റവും നല്ല വഴി നിയമപരമായി നേരിടുക എന്നുള്ളതാണ്. അതിനൊക്കെ സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ, ചോറ് അടുപ്പത്തിട്ട് അത് വേവുന്നവരെ വെന്നിരുന്നല്ലേ പറ്റുള്ളൂ. അല്ലാതെ ചോറ് വാരി തിന്നണമെങ്കിൽ അരി വേവുന്നവരെ കാത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള മാർഗ്ഗം ആലോചിക്കുക. അത് എല്ലാത്തിനും അതിൻ്റെ നിയമ നടപടികളുണ്ട്. സ്പീഡപ്പ് ആക്കാനും സൊല്യൂഷൻസ് ഉണ്ട്. പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ ഞങ്ങൾ പോകില്ലേ? അപ്പോൾ കാശില്ലാതെ മുന്നോട്ടിരിക്കുമോ? അതിനുള്ള വഴി കണ്ടെത്തുക, അത്രയേ ഉള്ളൂ. ഇതൊരു അവയർനെസ് കൊടുത്തത് നന്നായി. പക്ഷേ ട്രസ്പാസ് ഒരു ക്രൈമാണ്, ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് കൂടെ ഇതിനകത്ത് നഷ്ടപ്പെടും. അവരെല്ലാം തുള്ളിക്കൊണ്ട് നിൽക്കുന്നത് നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കണം. നിങ്ങളങ്ങനെ കൊല്ലാനും പിടിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അവരുടെ കോട്ടയ്ക്കകത്ത് കയറി നിന്നുകൊണ്ട് അവരെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ട് കിട്ടും. അപ്പം നിന്നുകൊണ്ട് കരഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കുഞ്ഞിന് ആകെ ആധാരം നിങ്ങളാണ്, ആകെ ഒരു പരിരക്ഷ നിങ്ങളിലൂടെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിച്ചിരിക്കേണ്ട ഒരു അനിവാര്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് സ്റ്റെപ്പ് ഔട്ടായിട്ട് നല്ല ആഞ്ഞൊരു വക്കീലിനെ കണ്ട് സൂപ്പർ ഒരു കേസ് നെറ്റി അടിച്ച് അങ്ങോട്ട് കൊടുത്തേക്കുക. അത്രേ വേണ്ടുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് നിങ്ങൾ പരാതിക്കാരി ആയതുകൊണ്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവും. ഇനി ഗവൺമെൻറ് ലീഡർ അവരെന്തെങ്കിലും ഒപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് മറ്റൊരാളെ അതിനകത്ത് കയറ്റാനും പറ്റും. സൊല്യൂഷൻസ് ആർ പ്ലെൻറ്റി. നിങ്ങളത് ചൂസ് ചെയ്യുക, ചൂസ് വൈസ്ലി ആൻഡ് സോൾവ് ദ ഇഷ്യൂ. വെറുതെ മതവിശ്വാസങ്ങൾക്കെതിരെ സംസാരിക്കാൻ നിൽക്കുന്ന മരമോന്തകൾക്ക് ഒരു വടിയായി പോയി നിൽക്കാതിരിക്കുക. പ്രത്യേകിച്ച് മലനാടനെ പോലുള്ള അലവലാദികൾക്ക് പോയി മൈക്ക് കൊണ്ട് തരമരുന്ന് ഗർജിക്കാനായിട്ട് പോകാതിരിക്കുക. അത് നിങ്ങളുടെ തന്നെ കുഴി തോണ്ടുന്നതാണ്. കാരണം ഈ മതവിശ്വാസത്തിൽ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന സ്ത്രീകൾക്ക് തന്നെയാണ്. ആ പരിഗണന എന്തെന്ന് തിരിച്ചറിഞ്ഞതാണ് ഷാബാനു. ഷാബാനുവിനോട് തന്നെ ചോദിച്ചു നോക്ക്. മതവാദികൾ, ഉസ്താക്കന്മാർ ഒക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് അവളെ കുത്താനും വെട്ടാനും നിന്നപ്പോൾ അവൾ പറഞ്ഞതാണ്, ഞാൻ ഖുറാനികപരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് മറുപടി പറയുന്ന വന്നപ്പം ഇവിടെ ഉള്ളവന്മാർക്കൊന്നും ഒരു ഉണ്ടേയില്ല, ഒരു വാഴയില്ല. ഇനി ഇതേപോലെ ക്രിസ്ത്യാനികൾ ഇതുപോലെ സുനായും കൊണ്ട് അങ്ങോട്ട് ചെല്ലും. അപ്പോൾ അവിടെയും കോടതി പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ ആരാരുടെ മോൻ DNA ടെസ്റ്റ് ഒന്നും എടുക്കാൻ നമുക്ക് നേരെയില്ല. അതിൻ്റെ ഒന്നും ഇതില്ല. ഇവിടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ എന്താണ് നമ്മൾ വസ്തുതകൾ വ്യക്തമായി അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പരിശോധിച്ചിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വക്കീലിൽ നിന്ന് കാര്യം മനസ്സിലാക്കിയ ശേഷം വിധി നിർണ്ണയിക്കപ്പെടും. ആ വിധി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. വർഷക്കണക്കിന് നമ്മൾ വാദിച്ചാലും പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വിധികൾ വരിക ഉണ്ടാവുക. അത് അങ്ങനെ തന്നെയാണ്, ഒരു തർക്കവും ഇല്ല. അപ്പം അത് ചെയ്യുന്നതിന് പകരം ഇത് അങ്ങനെയല്ല, മഹൽ എന്നെ സഹിക്കുന്നില്ല, മലഹൽ, ഇതൊക്കെ വെറും നോൺസെൻസ് ടോക്സ്. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഈ വിഷയത്തിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്കത് അറിയാത്തത് കൊണ്ട് നിങ്ങൾ സിസ്റ്റത്തിനെ കുറ്റം പറയാതിരിക്കുക. സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതേ ഉള്ളൂ. നിങ്ങളെയാണ് അനുകൂലിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് നിങ്ങളുടെ കുറ്റമാണ്, സിസ്റ്റത്തിൻ്റെ കുറ്റമല്ല. അത് മനസ്സിലാക്കുക. നന്ദി.